എ ലിറ്റിൽ ഫിഷ് സ്റ്റോറി. കുട്ടികളെ, നമുക്കിന്ന് ഒരു ചെറിയ മത്സ്യത്തിൻ്റെ സ്റ്റോറി മനസ്സിലാക്കാം. There are a great many million fish in the seas, but this story is about just one of them and a very small one at that. There are a great many million fish in the seas. കടലിൽ ലക്ഷക്കണക്കിന് വലിയ മത്സ്യങ്ങളുണ്ട്. But this story is about just one of them. പക്ഷേ ഈ സ്റ്റോറിയോ അവയിൽ ഒന്നിൻ്റേത് മാത്രമാണ്. ആൻഡ് എ വെരി സ്മോൾ വൺ ദാറ്റ്. അവയിൽ ഏറ്റവും ചെറിയ ഒരു മത്സ്യത്തിൻ്റെ സ്റ്റോറിയാണ് ഇത്. മില്യൺ എന്ന് പറഞ്ഞാൽ 10 lakhs. കടലിലുള്ള ലക്ഷക്കണക്കിന് മത്സ്യങ്ങളുടെ ഇടയിലുള്ള ഒരു ചെറിയ മത്സ്യത്തിൻ്റെ സ്റ്റോറിയാണ് ഇത്. Now this little fish had everything in the seas to make him contented, but he was not happy. You will laugh when I tell you why he was not. He was unhappy because he was so very small. Now this little fish had everything in the seas to make him contented. Contented എന്ന് പറഞ്ഞാൽ എന്താണ്? തൃപ്തിയാകാൻ മാത്രം, സന്തുഷ്ടനാവാൻ മാത്രം. Now this little fish had, ഇപ്പോൾ ഈ ചെറിയ ഫിഷിന് എവറിത്തിങ്, എല്ലാമുണ്ട്. ഇൻ ദ സീസ്, കടലിൽ. ഈ ഫിഷിന് കടലിൽ എല്ലാമുണ്ട്. ടു മേക്ക് ഹിം കണ്ടൻറ്റഡ്, അവന് ആവശ്യമുള്ള എല്ലാം ഈ കടലിലുണ്ട്. അവന് തൃപ്തിയാകാൻ മാത്രമുള്ള എല്ലാം ഈ കടലിൽ ഉണ്ട്. ബട്ട് ഹി വാസ് നോട്ട് ഹാപ്പി, പക്ഷേ അവന് സന്തോഷമില്ലായിരുന്നു. യു വിൽ ലാഫ്, നിങ്ങൾ ചിരിക്കും. വെൻ ഐ ടെൽ യു വൈ ഹി വാസ് നോട്ട്, ഞാൻ നിങ്ങളോട് പറയുകയാണെങ്കിൽ അവന് എന്തുകൊണ്ടാണ് സന്തോഷമില്ലാത്തത് എന്ന് ഞാൻ നിങ്ങളോട് പറയുകയാണെങ്കിൽ നിങ്ങൾ ചിരിക്കും. ഹി വാസ് അൺഹാപ്പി ബിക്കോസ് ഹി വാസ് സോ വെരി സ്മോൾ. അവൻ എന്തുകൊണ്ടായിരുന്നു അൺഹാപ്പി ആയത്? അവന് ചെറുതായതുകൊണ്ട്, ചെറിയൊരു മത്സ്യമായതുകൊണ്ട് അവന് തീരെ സന്തോഷമില്ലായിരുന്നു. ചെറിയ ഫിഷിന് അവന് തൃപ്തിയാകാൻ മാത്രം എല്ലാം ഈ കടലിലുണ്ടായിരുന്നു. എന്നാലും അവന് സന്തോഷമുണ്ടായിരുന്നില്ല. കാരണം അവന് ചെറിയൊരു ഫിഷ് ആയതുകൊണ്ട് അവൻ വളരെയധികം ദുഃഖിതനായിരുന്നു. ഇറ്റ് ഈസ് വെരി ഹാർഡ് ടു ബി സച്ച് എ ലിറ്റിൽ മൈറ്റ് ഓഫ് ഫിഷ്, ഹി വുഡ് സേ ഓവർ ആൻഡ് ഓവർ അഗെയിൻ. If I were only larger, how much happier I could be. And he said it so many times that I think he believed it. It is very hard to be such a little mite of fish, he would say over and over again. It is very hard to be എന്ന് പറഞ്ഞാൽ ഇത് വളരെ കഷ്ടമാണ്. സച്ച് എ ലിറ്റിൽ മൈറ്റ് ഓഫ് ഫിഷ്, ഇങ്ങനെ ഒരു ചെറിയ മത്സ്യമായിരിക്കുന്നത് വളരെ കഷ്ടമാണ്. മൈറ്റ് എന്ന് പറഞ്ഞാൽ വളരെ ചെറുത്. വളരെ കഷ്ടമാണ് ഇങ്ങനെ ഞാനൊരു ചെറിയ മത്സ്യമായിരിക്കുന്നത്. ഹി വുഡ് സേ, അവന് പറയുമായിരുന്നു. ഓവർ ആൻഡ് ഓവർ അഗെയിൻ, വീണ്ടും വീണ്ടും അവൻ പറയുമായിരുന്നു, ഇങ്ങനെ ഒരു ചെറിയ മത്സ്യമായിരിക്കുന്നത് വളരെ കഷ്ടമാണ്. ഇഫ് ഐ വെർ ഓൺലി ലാർജർ, ഹൗ മച്ച് ഹാപ്പിയർ ഐ കുഡ് ബി. ഞാൻ വലുതായിരുന്നെങ്കിൽ എനിക്ക് എത്ര സന്തോഷമുണ്ടാകുമായിരുന്നു, ഞാൻ എത്ര സന്തോഷവാനാകുമായിരുന്നു ഞാൻ വലിയൊരു ഫിഷ് ആണെങ്കിൽ. ആൻഡ് ഹീ സെഡ് ഇറ്റ് സോ മെനി ടൈംസ് ദാറ്റ് ഐ തിങ്ക് ഹീ ബിലീവ്ഡ് ഇറ്റ്. അവനിതൊരുപാട് പ്രാവശ്യം പറയുമായിരുന്നെങ്കിലും അവൻ കരുതുന്നു, ഞാൻ ഒരിക്കലും സന്തോഷവാനാകില്ല, ഞാൻ ചെറുതായി തന്നെ ഇരിക്കും എന്ന് അവന് വിശ്വസിച്ചിരുന്നു. മൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? വളരെ ചെറുത്. വൺ ഡേ ഹി വാസ് സ്വിമ്മിങ് അലോങ് വിത്ത് ദ റെസ്റ്റ് ഓഫ് ഹിസ് സ്കൂൾ ആൻഡ് തിങ്കിങ് നോ ഡൗട്ട് ഹൗ മച്ച് മോർ ദ ലാർജർ ഫിഷ് ഹാഡ് ടു ബി താങ്ക്ഫുൾ ഫോർ ദാൻ ഹി, വെൻ സഡൻലി വിത്ത് നോ വാർണിംഗ് they found themselves in the meshes of a great net. One day he was swimming along with the rest of his school. ഇവിടെ സ്കൂൾ എന്ന് പറഞ്ഞിരിക്കുന്നത് എ ഗ്രൂപ്പ് ഓഫ് ഫിഷിനാണ്, മത്സ്യങ്ങളുടെ കൂട്ടത്തിനാണ് സ്കൂൾ എന്ന് പറഞ്ഞിരിക്കുന്നത്. വൺ ഡേ, ഒരു ദിവസം, ഹി വാസ്, ഈ ചെറിയ ഫിഷ്, സ്വിമ്മിങ്, നീന്തുകയായിരുന്നു. അലോങ് വിത്ത് ദ റെസ്റ്റ് ഓഫ് ഹിസ് സ്കൂൾ, ബാക്കിയുള്ള മത്സ്യങ്ങളുടെ കൂടെ നീന്തുകയായിരുന്നു. ആൻഡ് തിങ്കിങ്, അപ്പോൾ ചിന്തിക്കുകയായിരുന്നു. നോ ഡൗട്ട്, ഒരു സംശയവുമില്ല. ഹൗ മച്ച് മോർ ദ ലാർജർ ഫിഷ് ഹാഡ് ടു ബി താങ്ക്ഫുൾ ഫോർ ദാൻ ഹി. എന്നെക്കാളും ഈ വലിയ മത്സ്യങ്ങൾ ദൈവത്തോട് എത്ര നന്ദിയുള്ളവരായിരിക്കണം, കാരണം അവർ എത്ര വലുതാണ് എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് അവന് നീന്തുകയായിരുന്നു. വെൻ സഡൻലി, അപ്പോൾ പെട്ടെന്ന്, വിത്ത് നോ വാർണിംഗ്, ഒരു മുന്നറിയിപ്പുമില്ലാതെ, ദേ ഫൗണ്ട് ദംസെൽസ് ഇൻ ദ മെഷസ് ഓഫ് എ ഗ്രേറ്റ് നെറ്റ്, അവർ ഈ മത്സ്യങ്ങളെല്ലാം ഒരു ഫിഷർമാൻ്റെ നെറ്റിൽ കുടുങ്ങി, വലയിൽ കുടുങ്ങി. മെഷസ് ഓഫ് എ ഗ്രേറ്റ് നെറ്റ് എന്ന് പറഞ്ഞാൽ ഒരു വലിയ മീൻ പിടിക്കുന്ന വലയിൽ അവർ കുടുങ്ങി.
ഈ വലിയ മത്സ്യങ്ങളുടെ കൂടെ ഈ ചെറിയ മത്സ്യം നീന്തുമ്പോൾ അവന് ചിന്തിക്കുകയായിരുന്നു, വലിയ മത്സ്യങ്ങളൊക്കെ ദൈവത്തോട് എത്ര നന്ദിയുള്ളവരായിരിക്കണം, കാരണം അവർ എന്നെക്കാളും വലുതാണ് എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് അവന് നീന്തുകയായിരുന്നു. അപ്പോൾ അവർ ഒരു ഫിഷർമാൻ്റെ വലയിൽ കുടുങ്ങി. There was much floundering and splashing as the net was drawn up out of the water into the sunlight. ഫ്ലൗണ്ടറിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്ട്രഗ്ലിങ്, അതായത് പുറത്തേക്ക് വരാൻ വേണ്ടിയിട്ട് വെപ്രാളപ്പെടുക. സ്പ്ലാഷിംഗ് എന്ന് പറഞ്ഞാലോ? സ്പ്ലാഷിംഗ് എന്ന് പറഞ്ഞാൽ വെള്ളത്തിലേക്ക് എന്തെങ്കിലും വീഴുമ്പോൾ, വെള്ളം തെറിക്കുമ്പോൾ ഉണ്ടാകുന്ന ആ സൗണ്ടിനാണ് സ്പ്ലാഷിംഗ് എന്ന് പറയുന്നത്. ഈ ചെറിയ മത്സ്യം ഉൾപ്പെടെ എല്ലാ മത്സ്യങ്ങളും വലയിൽ അകപ്പെട്ടു പോയല്ലോ. അപ്പോൾ അവർ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് വെപ്രാളപ്പെടുകയായിരുന്നു. മീൻപിടുത്തക്കാർ ഈ വല വാട്ടറിൽ നിന്ന് സൂര്യപ്രകാശത്തിലേക്ക്, അതായത് വെള്ളത്തിൽ നിന്ന് മുകളിലേക്ക് ബോട്ടിലേക്ക് വലിച്ചെടുക്കുകയായിരുന്നു. ആൻഡ് ജസ്റ്റ് ആസ് ഇറ്റ്സ് ഹോൾ വാസ് ബീയിങ്, ഹോൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ശക്തിയായി വലിക്കുക. എംപ്റ്റീഡ് ഇൻ ടു ദ ബോട്ട്, the smallest fish in the school wriggled through the mesh and slipped back into the cool clear water. How good it felt. ഈ മീൻപിടുത്തക്കാർ ശക്തിയായി വല മുകളിലോട്ട് വലിച്ചെടുത്ത് ബോട്ടിൽ കാലിയാക്കാൻ ശ്രമിക്കുമ്പോൾ, എംപ്റ്റീഡ് എന്ന് പറഞ്ഞാൽ കാലിയാക്കാൻ ശ്രമിക്കുമ്പോൾ, ദ സ്മോളസ്റ്റ് ഫിഷ് ഇൻ ദ സ്കൂൾ, ഈ ഗ്രൂപ്പിലുള്ള ഏറ്റവും ചെറിയ ഫിഷ്, ഈ ഫിഷ് റിഗിൾഡ് ത്രൂ ദ മെഷ് ആൻഡ് സ്ലിപ്ഡ് ബാക്ക് ഇൻ ടു കൂൾ വാട്ടർ. റിഗിൾഡ് എന്ന് പറഞ്ഞാൽ കറങ്ങി തിരിഞ്ഞ് ഈ വലയ്ക്കകത്തിലൂടെ സ്ലിപ്പായിട്ട് കൂൾ ക്ലിയർ വാട്ടർ, തണുത്ത വെള്ളത്തിലേക്ക് ഒഴുകിപ്പോയി. ഹൗ ഗുഡ് ഇറ്റ് ഫെൽറ്റ്, അതിനെത്ര സമാധാനമായി കാണും. സ്കൂൾ എന്ന് പറയുന്നത് എ ഗ്രൂപ്പ് ഓഫ് ഫിഷ്, മീനുകളുടെ കൂട്ടത്തിനാണ് സ്കൂൾ എന്ന് പറയുന്നത്. റിഗിൾഡ് എന്ന് പറയുന്നത് മീനുകളുടെ മൂവ്മെൻറ്റിനാണ് റിഗിൾഡ് എന്ന് പറയുന്നത്. അതായത് കറങ്ങിത്തിരിഞ്ഞ് ചുറ്റിക്കറങ്ങി അത് ഈ വലക്കണ്ണികൾക്കിടയിലൂടെ സ്ലിപ്പായിട്ട് ക്ലിയർ കൂൾ വാട്ടറിലേക്ക് വീണു, തിരിച്ചെത്തി. ഹൗ ഗുഡ് ഇറ്റ് ഫെൽറ്റ്, അതിന് എത്ര സന്തോഷമായി കാണും. He swam here and there and everywhere, and some of the fish who knew him well all the rest of his life said that they never again heard him say that he wished to be anything but a little fish. He swam here and there and everywhere. ഈ വലയ്ക്കകത്ത് നിന്ന് രക്ഷപ്പെട്ട് കഴിഞ്ഞപ്പോൾ ഈ ചെറിയ ഫിഷ് അവിടെയും ഇവിടെയും ഒക്കെ നീന്തി കളിച്ചു. സ്വാം എന്ന് പറഞ്ഞാൽ നീന്തി. ആൻഡ് സം ഓഫ് ദ ഫിഷ് ഹു ന്യൂ ഹിം വെൽ ഓൾ ദ റെസ്റ്റ് ഓഫ് ഹിസ് ലൈഫ് സെഡ് ദാറ്റ് ദേ നെവർ അഗെയിൻ ഹിയർഡ് ഹിം സേ ദാറ്റ് ഹി വിഷ്ഡ് ടു ബി എനിത്തിങ് ബട്ട് എ ലിറ്റിൽ ഫിഷ്. ഈ ചെറിയ ഫിഷിനെ അറിയാവുന്ന മറ്റു ഫിഷസ് എല്ലാം പിന്നീട് ഒരിക്കലും ഈ ഫിഷ് വേറൊരാഗ്രഹവും പറയുന്നതായി കേട്ടിട്ടില്ല. ഈ ഫിഷിന് ലിറ്റിൽ ഫിഷായി തന്നെ ഇരുന്നാൽ മതിയായിരുന്നു. ഈ സ്റ്റോറി ആരാണ് എഴുതിയത്? ഇനോസ് ബി കോംസ്റ്റോക്ക്. ഈ സ്റ്റോറിയിൽ നിന്ന് നമുക്ക് എന്താണ് മനസ്സിലാക്കാൻ കഴിയുന്നത്? ഓരോന്നിനും അതിൻ്റേതായ ഇമ്പോർട്ടൻസ് ഉണ്ട്. ഈ വലയുടെ കണ്ണികളിലൂടെ വലിയ മീനുകൾക്ക് രക്ഷപ്പെടാൻ ബുദ്ധിമുട്ടായിരുന്നു. ഈ ഫിഷ് ചെറുതായതുകൊണ്ട് അതിന് രക്ഷപ്പെടാൻ കഴിഞ്ഞു. അതുകൊണ്ട് അവന് ചെറിയ ഫിഷായി തന്നെ ഇരുന്നാൽ മതി എന്നാണ് ഇപ്പോൾ ആഗ്രഹിക്കുന്നത്. നമ്മെ ദൈവം എങ്ങനെയാണോ സൃഷ്ടിച്ചത് അതുകൊണ്ട് നമ്മൾ സംതൃപ്തരായിരിക്കണം. മറ്റുള്ളവരുടെ നന്മകൾ, അതായത് അവർ ചെയ്യുന്ന നല്ല കാര്യങ്ങൾ നമുക്ക് അനുകരിക്കാം. പക്ഷേ നമ്മൾ ഒരിക്കലും അവരെ പോലെ ആയിരുന്നെങ്കിൽ എന്ന് ചിന്തിക്കരുത്. ഇനി നമുക്ക് ന്യൂ വേർഡ്സ് നോക്കാം. മില്യൺ എന്ന് പറഞ്ഞാൽ ദശലക്ഷം, 10 ലക്ഷം. ഫ്ലൗണ്ടറിങ് എന്ന് പറഞ്ഞാൽ പുറത്തേക്ക് വരാൻ വേണ്ടിയിട്ട് വെപ്രാളപ്പെടുക, പതറുക. മെഷസ് എന്ന് പറഞ്ഞാൽ വലക്കണ്ണികൾ. ഹോൾ ശക്തിയായി വലിക്കുക. കണ്ടൻറ്റഡ് സംതൃപ്തൻ. സ്പ്ലാഷിങ് തെറിക്കുക, വെള്ളം തെറിക്കുന്ന സൗണ്ടിനാണ് സ്പ്ലാഷിംഗ് എന്ന് പറയുന്നത്. എംപ്റ്റീഡ് കാലിയാക്കി. റിഗിൾഡ് കറങ്ങിത്തിരിഞ്ഞു. വാണിംഗ് മുന്നറിയിപ്പ്. മില്യൺ എ പ്രോഡക്റ്റ് ഓഫ് 1000 and 1000. Floundering, struggling mentally in water to come out of something. Meshes, a network of wire or thread to catch hold of something. Haul, to pull with effort. Contented, satisfied. Splashing, sound made by something falling into any liquid. Emptied, to remove its contents. Wriggled, twist and turn movement. Warning, an advice on a series not given in advance. Answer the following questions. How many fish are there in the sea? കടലിൽ എത്ര മത്സ്യങ്ങളുണ്ടായിരുന്നു?
There are a million fish in the sea. കടലിൽ ലക്ഷക്കണക്കിന് മത്സ്യങ്ങൾ ഉണ്ടായിരുന്നു. Why was the little fish unhappy? എന്തുകൊണ്ടായിരുന്നു ആ ചെറിയ ഫിഷ് ദുഃഖിതനായിരുന്നത്? The little fish was unhappy because he was so very small. ചെറിയ ഫിഷിന് സന്തോഷമില്ലായിരുന്നത് എന്തുകൊണ്ടായിരുന്നു? അവന് വളരെ ചെറുതായതുകൊണ്ട്. What happened to the fish one day? മത്സ്യങ്ങൾക്കൊക്കെ ഒരു ദിവസം എന്താണ് സംഭവിച്ചത്? One day the fish got caught in the meshes of a great net. ഒരു ദിവസം ഈ മത്സ്യങ്ങളെല്ലാം മീൻപിടുത്തക്കാരുടെ വലയിൽ കുടുങ്ങിപ്പോയി. Why was the fish thankful to be a little fish? എന്തുകൊണ്ടാണ് ഈ ഫിഷ് ചെറിയ ഫിഷായതിന് ദൈവത്തോട് നന്ദി പറഞ്ഞത്? The fish was thankful to be a little fish as he was able to come out of the meshes of the net because of its small size. ഈ ലിറ്റിൽ ഫിഷിന് അതിൻ്റെ സ്മോൾ സൈസ് കാരണം ഈ വലയ്ക്കകത്ത് നിന്ന് രക്ഷപ്പെടാൻ കഴിഞ്ഞു. അതുകൊണ്ടാണ് അത് ദൈവത്തോട് നന്ദി പറയുന്നത്. അടുത്തത് ടോക്ക് ടൈം. ഇമാജിൻ യു ആർ എ ലിറ്റിൽ ഫിഷ്. നിങ്ങളൊരു ചെറിയ ഫിഷ് ആണെന്ന് സങ്കല്പിക്കുക. ഡിസ്ക്രൈബ് വാട്ട് യു മൈറ്റ് സീ അറൗണ്ട് യു. നിങ്ങൾക്ക് ചുറ്റിലും നിങ്ങൾ എന്തൊക്കെയാണ് കാണുന്നതെന്ന് ഡിസ്ക്രൈബ് ചെയ്യണം. അത് നിങ്ങൾ സ്വന്തമായിട്ട് എഴുതേണ്ടതാണ്. നിങ്ങൾക്ക് ഇങ്ങനെയും എഴുതാം. There is water everywhere. I can see colorful plants floating around me. I can see lot of colorful fishes. There are big fishes too. എന്ന് എഴുതാം. എല്ലായിടത്തും വെള്ളമായിരുന്നു, അവിടെ കളർഫുൾ പ്ലാന്റ്സ് ഉണ്ട്, പിന്നെ ലോട്ട്സ് ഓഫ് കളർഫുൾ ഫിഷസ് ഉണ്ട്, ബിഗ് ഫിഷസ് ഉണ്ട്. ഇതൊക്കെ എഴുതാം. അടുത്തത്, ഇൻ യുവർ ക്ലാസ് ടോക്ക് അബൌട്ട് ദ ടൈം യു വർ കോട്ട് ഡൂയിങ് സംതിങ് യു വർ നോട്ട് സപ്പോസ്ഡ് ടു ഡു. യു ക്യാൻ ഡിസ്കസ് ഇൻ യുവർ ഓൺ ലാംഗ്വേജ് ആസ് വെൽ ആസ് ഇൻ ഇംഗ്ലീഷ്. നിങ്ങളുടെ ക്ലാസ്സിൽ നിങ്ങൾ സംസാരിക്കണം. നിങ്ങൾ ചെയ്യാൻ പാടില്ലാത്ത ഒരു കാര്യം ചെയ്തതിന് പിടിക്കപ്പെട്ടതിനെ പറ്റിയിട്ട് നിങ്ങൾ സംസാരിക്കണം. അത് നിങ്ങളുടെ ഭാഷയിലോ ഇംഗ്ലീഷിലോ നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്യാം. ഇത് നിങ്ങൾ സ്വന്തമായിട്ട് എഴുതേണ്ടതാണ്. നിങ്ങൾക്ക് ഇങ്ങനെയും എഴുതാം. വൺസ് ഐ വാസ് കോട്ട് ഈറ്റിംഗ് ഐസ്ക്രീം ബൈ പാരൻസ് ഡ്യൂറിങ് വിൻ്റർ സീസൺ. ഒരിക്കൽ ഐസ്ക്രീം കഴിക്കുമ്പോൾ പാരൻസ് എന്നെ പിടിച്ചു. അവർ വിൻ്റർ സീസണിൽ കഴിക്കരുതെന്ന് പറഞ്ഞതായിരുന്നു. ദേ ഹാഡ് ടോൾഡ് മീ നോട്ട് ടു ഈറ്റ് ഇറ്റ് ബിക്കോസ് ഐ വാസ് ഫീലിംഗ് ഫീവറിഷ്. വിൻ്റർ സീസണിൽ ഐസ്ക്രീം കഴിച്ചാൽ എനിക്ക് പനി വരുമായിരുന്നു, അതുകൊണ്ട് അവർ കഴിക്കരുതെന്ന് പറഞ്ഞിരുന്നു എന്നെഴുതാം. അടുത്തത് വേർഡ് ബിൽഡിംഗ്. ലുക്ക് അറ്റ് ദ പാറ്റേൺ ആൻഡ് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്. ഇവിടെ കൊടുത്തിരിക്കുന്ന വേർഡ്സിൻ്റെ പാസ്റ്റ് ടെൻസ് ആണ് നമ്മൾ ഇവിടെ എഴുതേണ്ടത്. ലുക്കിൻ്റെ പാസ്റ്റ് ടെൻസ് ഏതാണ്? ലുക്ക്ഡ്. പിക്ക് പിക്ക്ഡ്. ബാർക്ക് ബാർക്ക്ഡ്. വാണ്ട് വാണ്ടഡ്. ടോക്ക് ടോക്ക്ഡ്. വിഷ് വിഷ്ഡ്. പുൾ പുൾഡ്. ഹെൽപ്പ് ഹെൽപ്ഡ്. അടുത്തത്, ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് വിത്ത് ദ റൈറ്റ് വേർഡ് ഫ്രം ദ ബോക്സ്. ഈ ബോക്സിൽ നിന്ന് റൈറ്റ് വേർഡ്സ് ചൂസ് ചെയ്തിട്ട് നമ്മളിവിടെ ഫിൽ ചെയ്യണം. ഏതൊക്കെ വേർഡ്സ് ആണുള്ളത്? പേപ്പർ, ഫ്ലവേഴ്സ്, വാട്ടർ, മാച്ചസ്, കൗസ്, വൂൾഫ്സ്. എ ഗ്ലാസ് ഓഫ് എന്താണ് വരിക? വാട്ടർ. എ ബോക്സ് ഓഫ് മാച്ചസ്. എ ഷീറ്റ് ഓഫ് പേപ്പർ. എ ബഞ്ച് ഓഫ് ഫ്ലവേഴ്സ്. എ ഹേർഡ് ഓഫ് കൗസ്. എ പാക്ക് ഓഫ് വൂൾസ്. ഒരു കൂട്ടം ഫ്ലവേഴ്സിന് നമ്മൾ എ ബഞ്ച് ഓഫ് ഫ്ലവേഴ്സ് എന്നാണ് പറയുന്നത്. അതേപോലെ ഒരു ഗ്രൂപ്പ് ഓഫ് കൗസിനാണ് എന്ത് പറയുന്നത്? എ ഹെർഡ് ഓഫ് കൗസ്. എ പാക്ക് ഓഫ് വൂൾസ് എന്ന് പറയുന്നത് ഒരു ഗ്രൂപ്പ് വൂൾഫ്. ഒരു കൂട്ടം ചെന്നായകൾക്കാണ് എ പാക്ക് ഓഫ് വൂൾസ് എന്ന് പറയുന്നത്. അടുത്തത്, ലെറ്റ്സ് റൈറ്റ്. ലുക്ക് അറ്റ് ദ ഫോളോയിങ് സെൻറ്റൻസ്. ഇഫ് ഐ വർ ഓൺലി ലാർജർ ഹൗ മച്ച് ഹാപ്പിയർ ഐ കുഡ് ബി. മേക്ക് മോർ സെൻറ്റൻസസ് ലൈക്ക് ദീസ് യൂസിങ് ദ വേർഡ്സ് ഇൻ ദ ബോക്സ്. ഈ ബോക്സിലുള്ള വേർഡ്സ് യൂസ് ചെയ്തിട്ട് ഇതുപോലുള്ള സെൻറ്റൻസസ് നമ്മൾ ഉണ്ടാക്കണം. ഇഫ് ഐ വർ ഓൺലി, ആദ്യം ടോളർ ഉപയോഗിക്കാം. ഇഫ് ഐ വർ ഓൺലി ടോളർ ഹൗ മച്ച് ഹാപ്പിയർ ഐ കുഡ് ബി. അതേപോലെ ഈ ഓരോരോ വേർഡ്സും ഉപയോഗിച്ച് നമ്മൾ ഫില്ല് ചെയ്യണം. ഇഫ് ഐ വർ ഓൺലി തിന്നർ ഹൗ മച്ച് ഹാപ്പിയർ ഐ കുഡ് ബി. ഇഫ് ഐ വർ ഓൺലി സ്മോളർ ഹൗ മച്ച് ഹാപ്പിയർ ഐ കുഡ് ബി. If I were only cleverer, how much happier I could be. If I were only younger, how much happier I could be. If I were only older, how much happier I could be. ഇതേപോലെ നിങ്ങളും എഴുതുക. അടുത്തത്, സേ അലൗഡ്. ഉറക്കെ പറയണം. ബ്ലെൻഡർ, വണ്ടർ, തണ്ടർ, പ്ലെൻഡർ, ഫ്ലൗണ്ടർ. അടുത്തത്, സോങ് ടൈം. സിംഗിങ് ഓർ ക്രൈയിങ്. Mahesh sings a little song. Venkatesh looks at him.
Why are you crying, Mahesh? He asks. Mahesh says, I am not crying. I am singing an English song. Choose the right words. ഇതിൽ ശരിയായ വേർഡ്സ് നമ്മൾ തിരഞ്ഞ് എഴുതണം. മഹേഷ് സിങ്സ് എ ഡാഷ് സോങ്. ലോങ് ഓർ ലിറ്റിൽ. മഹേഷ് സിങ്സ് എ ലിറ്റിൽ സോങ്. അപ്പോൾ ലിറ്റിൽ എഴുതാം. വെങ്കടേഷ് ഡാഷ് അറ്റ് ഹിം. ലുക്സ് ഓർ ഷൗട്ട്സ്. വെങ്കടേഷ് ലുക്സ് അറ്റ് ഹിം. അപ്പോൾ നമുക്കിവിടെ ലുക്സ് എഴുതാം. വെങ്കടേഷ് തിങ്സ് മഹേഷ് ഈസ് ഡാഷ് ക്രൈയിങ് ഓർ ലോഫിങ്. വെങ്കടേഷ് തിങ്സ് മഹേഷ് ഈസ് ക്രൈയിങ്. ക്രൈയിങ് എഴുതാം. മഹേഷ് ഈസ് ഡാഷ് എ സോങ്. മഹേഷ് ഈസ് സിംഗിങ്. സിംഗിങ് എ സോങ്. സിംഗിങ് ഓർ സേയിങ്. സിംഗിങ് എഴുതാം. ദ സോങ് ഈസ് ഇൻ ഡാഷ്. തെലുഗു ഓർ ഇംഗ്ലീഷ്. ദ സോങ് ഈസ് ഇൻ ഇംഗ്ലീഷ്.